Morning. Good morning. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജിഷ. ഞാൻ ഒരു കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ആണ്. എറണാകുളത്താണ് ഞാൻ ഉള്ളത്. ഇന്ന് അതിരാവിലെ എല്ലാവരും ഒരുപാട് ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ഒക്കെ ഇവിടെ ആയിരിക്കുന്നു. ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ വിംബിൾ അക്കാദമിക്ക് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിന് ഒക്കെ എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സജ്ജനാമ ഇങ്ങനെയുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് അറിയാലോ അല്ലെ? നമുക്കൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള സൈലൻസിനെ കുറിച്ചാണ്. ഏറ്റവും ശാന്തതയോടെ നമ്മൾ ഓരോരുത്തരും ഇരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച്, അത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ അതെങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെ? അപ്പൊ മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ എന്നൊക്കെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ? എന്നെ ശരിക്കും കേൾക്കാവല്ലോ അല്ലെ? ഓഡിബിൾ ആണല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട് മാം. കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത് നമ്മളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കേട്ടു, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യണം എന്ന് ഒരു സാറ് ക്ലാസ് എടുത്തായിരുന്നു. അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൈലൻസ്. സൈലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും എന്താ പറയാ, മിണ്ടാതിരിക്കുക, വായടച്ചു വെക്കുക എന്നൊക്കെയാ ശരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തില് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരുപാട് ശക്തി കിട്ടണമെങ്കിൽ, പവർ ലഭിക്കണമെങ്കിൽ, നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു സൈലൻസ് അല്ലെങ്കിൽ ആ ശാന്തത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ശരിക്കും നമ്മുടെ ബ്രെയിൻ ഒക്കെ കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊക്കെയുള്ള വലിയൊരു ശക്തി, ഒരു പവർ ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് പ്രത്യേകിച്ച് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയെന്ന് വിചാരിച്ചോ. ഒരു പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് പെട്ടെന്നൊന്ന് വിളിച്ചു പറയാം, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്തായിരിക്കും പെട്ടെന്ന് ചെയ്യാം? അവിടെ ഗേറ്റിന്റെ അടുത്ത് എത്തി ആള്, അല്ലാണ്ട് നേരത്തെ അറിയുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ഗേറ്റിന്റെ അടുത്ത് എത്തി, ഇപ്പൊ തന്നെ വീട്ടിലോട്ട് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? അറിഞ്ഞതൊന്ന് പറയാമോ? പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒന്ന് പറയാമോ? വീഡിയോ ഒക്കെ ആർക്കെങ്കിലും ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ നോക്കുമല്ലേ മാം, നീറ്റാണോ എല്ലായിടവും അല്ലെ? എന്താ ഇരിക്കുന്നത്, ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. ഉണ്ടോന്നൊക്കെ നമ്മൾ നോക്കും, നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ. അപ്പൊ സോഫയിലുള്ള ആ തുണികളൊക്കെ മാറ്റി വെക്കുമെന്ന് പ്രഭു സാറ് പറയും. ശരിയാ, നമ്മൾ ഇരിക്കാനുള്ള ഇടമൊക്കെ ഒന്ന് ശരിയാക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് നമ്മളൊന്ന് കണ്ണാടിയിലൊക്കെ ഒന്ന് പോയി നോക്കും അല്ലെ? പെട്ടെന്ന് നമ്മളൊന്ന് കണ്ണാടി പോയി നമ്മൾ നല്ല ഓക്കെ ആണോ, ഇനി പറ്റുമെങ്കിൽ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നും കൂടെ നമ്മൾ നോക്കും അല്ലെ? ശരിക്കും അത് അല്ലെ, അത് നമ്മൾ പെട്ടെന്ന് ചെയ്യും. നമ്മൾ എങ്ങനെ ഇരിക്കുന്നേന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ഫേസ് ചെയ്യണം. അന്നേരം ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കലായിട്ട് നമ്മളെ ഒന്ന് ഫേസ് ചെയ്യും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഷോൾ എടുത്ത് ഇടാൻ നോക്കുന്നു സജന മാം പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മളെ തന്നെ ഒന്ന് വാച്ച് ചെയ്യും, നമ്മളുടെ ഫിസിക്കൽ സെൽഫ് ഫേസിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒന്ന് ഒരുങ്ങും നമ്മള്. അപ്പൊ അത് നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അയാളെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അയാൾക്ക് നമ്മളെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത നമുക്ക് മനസ്സിലോട്ട് വരും. ഇതുപോലെ തന്നെ ഒരുപക്ഷെ ഇതിലും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇമോഷണലി ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഫേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇമോഷണലി എന്താണ്, നല്ലതാണോ, നമ്മൾ സ്റ്റേബിൾ ആണോ, അല്ലെങ്കിൽ നമ്മൾ അവരെ മീറ്റ് ചെയ്യാനായിട്ട് റെഡി ആണോ എന്നൊക്കെ നമ്മളെ തന്നെ ഒന്ന് സെൽഫായിട്ടൊന്ന് വാച്ച് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമാണ്. അപ്പൊ അതിനുള്ള നമ്മൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യണമെങ്കിൽ, ഏറ്റവും ഏബിൾ ആവണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ ഇമോഷണലി സ്റ്റേബിൾ ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ശാന്തത കൈവരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ
ശരിയായ രീതിയിൽ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ശരിയായ രീതിയിൽ, നമ്മളുടെ ഫീലിങ്സ് ശരിയായ രീതിയിൽ, വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം അല്ലെ. നമ്മൾ ഈ പുരാണ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്. ഈ യുദ്ധവീരന്മാരൊക്കെ യുദ്ധം, വലിയ വലിയ യുദ്ധങ്ങള് ജയിക്കുന്നതിന് മുമ്പിൽ, ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരുപക്ഷെ വളരെ ശക്തന്മാരായ എതിരാളികളുടെ മുമ്പിൽ അവര് ചെന്നെത്തിപ്പെടുന്നതിന് മുമ്പ് ദിവസങ്ങളോ മാസമോ ഒക്കെ ഇങ്ങനെ തപസ്സും ധ്യാനവും ഒക്കെ ചെയ്തിട്ട് അവരാ യുദ്ധത്തിനായിട്ട് ഒന്ന് തയ്യാറെടുക്കുന്നതായിട്ട് നമ്മൾ കാണാം. അപ്പൊ അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവരുടെ പവർ, അവരുടെ ശക്തി അവരാ സൈലൻസിലൂടെ സൈലൻസിൽ ഇരുന്ന് മനസ്സിലാക്കി അവര് ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ ആ കഴിവുകളുടെ പൂർണ്ണത പുറത്തേക്ക് എടുക്കുവാനായിട്ട് അവര് ഒക്കെ ചെയ്യുന്ന രീതികളാണ്. അല്ലെങ്കിൽ മുനിമാരെ നോക്കിയറിയാം, അവര് തപസ് ചെയ്യുന്നു. അവര് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പൂർണ്ണതയോടെ പുറത്തേക്ക് കൊണ്ടുവരാൻ, തിരിച്ചറിയാനൊക്കെ ചെയ്യുന്നത് ഒരു രീതിയാണ് ഈ തപസ്, ധ്യാനം എന്നൊക്കെ പറയാം. അവര് ശരീരവും മനസ്സും നിശബ്ദമാക്കി വെച്ചിരുന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആ നിശബ്ദതയുടെ, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള നിശബ്ദതയുടെ, ശാന്തതയുടെ, സൈലൻസിന്റെ ഒക്കെ പ്രാധാന്യം നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇര പിടിക്കുന്ന ജീവികളുണ്ടല്ലോ, സിംഹം, കടുവ, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ വീഡിയോസിലും ഒക്കെ കാണുന്നുണ്ട്. അത് ഇങ്ങനെ പതുങ്ങി ഇരിക്കും കുറച്ചു നേരം, ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ ആ ഇരയെ പിടിക്കാനായിട്ട് അതിന് പറ്റുള്ളൂ, കിട്ടുള്ളൂ. അത്രയും ശാന്തതയോടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പോയിന്റിൽ മാത്രം ശ്രദ്ധിച്ച് മനസ്സും ശരീരവും ഒക്കെ ഇങ്ങനെ ഒതുക്കി അത്രയും ഒരു ശക്തി അവർ ഇങ്ങനെ പതുങ്ങിയിരുന്നാണ് അവർ ശക്തി നേടിയെടുക്കുന്നത് അല്ലെ. ഇരയുടെ മേലെ ചാടി വീണ് അവരുടെ ആവശ്യം നിറവേറ്റാനായിട്ട് ആ ശക്തി നേടിയെടുക്കുന്നത് ഈ നിശബ്ദതയിലൂടെയാണ്. അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ആ സൈലൻസിന്റെ, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള നിശബ്ദതയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ എന്തുമാത്രം അത് ഉപകാരപ്പെടും എന്ന് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം സൈലൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും വെറുതെ മിണ്ടാതിരിക്കുക, വായടച്ചു വെക്കുക എന്നൊക്കെയാ ശരിക്കും പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരിക അല്ലെ. പക്ഷെ ഇതൊരു ക്രിയേറ്റീവ് ആയിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് വലിയ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ക്രിയേറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ജീവികളൊക്കെ തങ്ങളെ അങ്ങനെ ശാന്തതയോടെ, സ്വസ്ഥതയോടെ, അല്ലെങ്കിൽ ആ മുനിമാരൊക്കെ ഒരു വലിയ വലിയ ദൗത്യങ്ങള് ഒക്കെയാണ് അവരുടെ ജീവിതത്തിൽ. ഇപ്പം ബുദ്ധൻ അതുപോലുള്ള താപസവര്യന്മാർ, അല്ലെങ്കിൽ അവരൊക്കെ വലിയ വലിയ ദൗത്യങ്ങൾ അവരിലേക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ വന്നു ചേരുന്നത് അവര് ശാന്തതയോടെ, സ്വസ്ഥതയോടെ ഒക്കെ ഇരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ വലിയ വലിയ കാര്യങ്ങള്, ഈ ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങള് നേടിയെടുക്കുന്നവര് കാണാം. വലിയ വലിയ ബഹളങ്ങളോ അവരുടെ വലിയ വലിയ പ്രസ്താവനകളോ ഒന്നും നടത്താതെ ശാന്തതയോടെ ഇരുന്ന്, ചിലപ്പോൾ കുറെ കാലങ്ങളൊക്കെ നമുക്ക് അവരെ കുറിച്ച് ഒരറിവും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ അത് അവർ ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സമയത്ത് അവർ ചെയ്യുന്നത്. അപ്പോ പലപ്പോഴും പിന്നെ ഈ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള രീതിയൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ട്. അപ്പം എന്നെ ആരും ശല്യം ചെയ്യരുത്, എന്നെ ആരും ഉപദ്രവിക്കരുത്, ഞാൻ സൈലൻസിലാണ് എന്നൊക്കെ ഒരു പ്രസ്താവനകളൊക്കെ നടത്തിയിട്ട് വായടച്ചു വെക്കുന്നു. പക്ഷേ ആംഗ്യത്തിലൂടെയൊക്കെ അവര് കാര്യങ്ങളിൽ ഒക്കെ കാണുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉള്ളിൽ അസ്വസ്ഥപ്പെടുന്നു. ഇവര് ചുറ്റുമുള്ളവരും തന്നെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള അസ്വസ്ഥതയോടുകൂടെ ഈ സൈലൻസ് പരിശീലിച്ചിട്ട് യാതൊരു കാര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറയാം. 4 സന്യാസിമാരിങ്ങനെ യാത്ര ചെയ്തു, കുറെ ദൂരം യാത്ര ചെയ്യായിരുന്നു. അപ്പൊ അവര് വൈകിട്ടായപ്പോ അവര് മടുത്തു. അപ്പൊ പറഞ്ഞു, നമുക്ക് ഇനി വിശ്രമിക്കാം, ഇന്നത്തെ യാത്ര മതിയാക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് സാധാരണ അവര് ചെയ്യുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം ധ്യാനത്തിലായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലൊരു നിലവിളക്കുണ്ട്, അത് കൊളുത്തി വെച്ചിട്ടാണ് അവര് ധ്യാനിക്കുക. അപ്പൊ 4 പേരും
ധ്യാനിക്കാനായിട്ടിരുന്നു, പതിവ് പോലുള്ള ധ്യാനത്തിനായിട്ടിരുന്നു. അപ്പൊ തുറസായ സ്ഥലത്തായതുകൊണ്ട് തന്നെ വിളക്ക് കത്തിച്ചു വെച്ചു. ആ വിളക്ക് ഇങ്ങനെ കാറ്റ് ഒക്കെ കൊണ്ട് ആ പിന്നെ അത് കെട്ടുപോയി. അപ്പൊ വിളക്ക് അണയാൻ പോവുകയാണ്. കെട്ടുപോയില്ല, അണയാൻ പോവുകയാണ്. അപ്പൊ അപ്പൊ ഒരു സന്യാസി പറഞ്ഞു, ദൈവമേ, ഈ വിളക്ക് അണയാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് പറഞ്ഞു, വിളക്ക് അണയാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് ഒച്ച വെച്ചു. അപ്പോ ഇത് കണ്ട് അടുത്തിരിക്കുന്ന ആ സന്യാസിക്ക് ഭയങ്കര അസ്വസ്ഥതയായി. അയാൾ പറഞ്ഞു, ധ്യാനിക്കുന്ന സമയത്താണോ ഇങ്ങനെ കിടന്ന് ഒച്ചയെടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അയാള് വലിയ ഒച്ചയില് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും തൊട്ടടുത്തിരിക്കുന്ന പിന്നെ മൂന്നാമത്തെ സന്യാസി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ ധ്യാനത്തിന്റെ നിയമങ്ങളൊക്കെ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് അയാള് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്തു. അപ്പൊ നാലാമതിരിക്കുന്ന സന്യാസി പറഞ്ഞു, ആഹാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിരി. അയാൾ ഉറക്കെ ചിരിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ മൂന്നുപേരും ഈ ധ്യാനത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ നിയമങ്ങളൊക്കെ ലംഘിച്ചു. ഞാൻ മാത്രമാണ് ശരിയായ വിധത്തിൽ ധ്യാനിക്കുന്നതെന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് കേൾക്കുമ്പോൾ ചിരി വരും. എന്ന് പറഞ്ഞാൽ 4 പേരും 4 തരത്തിൽ. അതെ. റോസാർ പറയുന്നു, നിസ്കരിക്കുന്ന സമയത്ത്, ശരിയാ, നമ്മള് നിസ്കരിക്കുന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തും ഒക്കെ ഇപ്പൊ സിനിമകളിലൊക്കെ നമ്മള് ഇങ്ങനെ ഒരുമിച്ചിരുന്ന്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ പ്രാർത്ഥനയിലാണ് അത് അങ്ങനെ ഒരു ഒരു കോമഡി ആയിട്ട് കാണിക്കുന്നത്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കോഴിക്കോട് അടച്ചോ അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തോ അങ്ങനെയൊക്കെ വരുന്ന ചോദിക്കുന്നത് ആ ഒരു രീതി എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിൽ ഒരിക്കലും ഒരു ശാന്തത അനുഭവിക്കാതെയാണ് പലപ്പോഴും ഈ ധ്യാനവും പ്രാർത്ഥനയും അല്ലെങ്കിൽ ഒക്കെ നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പൊ അത് അല്ല ശരിക്കുമുള്ള സൈലൻസ്. അപ്പൊ എന്നെ ആരും പുറമെ എന്തെല്ലാം ബഹളങ്ങൾ നടന്നാലും എന്നെ ആർക്കും ശല്യം ചെയ്യാനാവില്ല എന്നുള്ളൊരു തീരുമാനമാണ് ഈ സൈലൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ മൗനം പാലിക്കുക എന്നുള്ളത് മാത്രമല്ല, ബാക്കി എന്തെല്ലാം ചുറ്റുപാടുകളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളുടെ ഉള്ളില് ശാന്തത, നമ്മുടെ നാവിന് ശരിക്കും പറഞ്ഞാൽ നാവ് അടക്കുന്നത് കൊണ്ട് കാര്യം ആയില്ല എന്ന് പറയാമെങ്കിലും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് നാവ് ഒതുക്കി വെച്ചാൽ തന്നെ നമുക്ക് പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ നിശബ്ദത നമുക്ക് പാലിക്കാനായിട്ട് കഴിയും. കാരണം നമ്മൾ പലപ്പോഴും ഈ നിശബ്ദത മനസ്സിലാണെങ്കിലും ഒരുപാട് നിശബ്ദത വരുന്നത് അല്ലെങ്കിൽ ശബ്ദം അല്ലെങ്കിൽ അസ്വസ്ഥതകളൊക്കെ വരുന്നത് എന്താ, നമ്മള് ഇപ്പൊ ഒരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ഞാൻ എന്താണ് ഇനി സംസാരിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചിന്തകളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ചിന്തകളുടെ ഒരു കൂമ്പാരമാണ് നമ്മുടെ മനസ്സെന്ന് പറയാം. അപ്പൊ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സ് ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ശരിക്കും ശരിയായ രീതിയിൽ ചിന്തിക്കാനോ സ്വസ്ഥതയോടെ ശാന്തതയോടെ ഇരിക്കാനോ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള കുറെ ആലോചനകൾ നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരിക്കലും ശാന്തത ഉണ്ടാവില്ല, ഈ പറയുന്ന സൈലൻസ് ഉണ്ടാകില്ല. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ, അയ്യോ ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, ഞാൻ അവരോട് അങ്ങനെ സംസാരിക്കണ്ടായിരുന്നു എന്നൊക്കെ നമ്മള് ബോധപൂർവമല്ല അങ്ങനെ ഇപ്പൊ ഫ്ലുവന്റ് ആയിട്ടില്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു കുഴപ്പമാണത്. അയ്യോ ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനത് ഇനി കുറച്ചും കൂടി നല്ല രീതിയിൽ പറയണമായിരുന്നു എന്നൊക്കെയുള്ള കുറെ സംശയങ്ങള്, കുറെ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോ തന്നെ ആ ചിന്തകളുടെ കൂമ്പാരം എന്ന് പറയാം അല്ലെ ആ മനസ്സ് എപ്പോഴും അസ്വസ്ഥപ്പെട്ടിരിക്കും നമ്മളെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാവിനെ ഒന്ന് അടക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ ശാന്തതയോടുകൂടി ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പം ഈ നമ്മളുടെ മനസ്സ് എന്ന് പറയുമ്പോൾ ചിന്തകളുടെ ഒരു കൂട്ടമാണ്. ഇപ്പൊ കടല് എന്ന് പറയുമ്പം കടലിൽ ഒട്ടും വെള്ളമില്ല എന്ന് പറയുമ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥ കടലാണോ? അല്ല. എന്ന് പറഞ്ഞ പോലെ ചിന്തകള് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് മനസ്സ്. എങ്കിലും ആ ചിന്തകളെ വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ്, ശാന്തതയോടെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ശാന്തതയോടുകൂടി ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് നമ്മൾ മെന്റൽ ഹെൽത്ത്, നമ്മുടെ മെന്റൽ ഹെൽത്ത് ഈ സൈലൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒരു മിനിറ്റിൽ നമ്മുടെ മനസ്സിൽ കൂടെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഓരോ സെക്കൻഡിലും കടന്നു പോയിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ ഒരു മിനിറ്റില് നമ്മളുടെ ഒരു 60 ചിന്തകൾ, ഓരോ സെക്കൻഡ് ദൈർഘ്യമുള്ള 60 ചിന്തകളാണ് കടന്നിങ്ങനെ മാറി മറിഞ്ഞ് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് അൺഹെൽത്തി ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ ഒക്കെ അൺഹെൽത്തി ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഒരു മിനിറ്റിൽ 2 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു 30 ചിന്തകളാണ് കടന്നു വരുന്നതെങ്കിൽ കുറച്ചൊക്കെ ഒരു ഹെൽത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതേസമയം 1 മിനിറ്റിൽ ഒരേ ഒരു ചിന്തയാണ് നമുക്ക് കടന്നു വരുന്നത്. സ്റ്റേബിൾ ആയിട്ട് ഒരു ചിന്തയിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനോ അങ്ങനെയൊക്കെ ഉറച്ചു നിലനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെന്ന് പറയാം. പക്ഷെ എപ്പോഴും ഒരേ കാര്യം തന്നെ ചിന്തിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ ഡിപ്രസ്ഡ് ആവുന്ന അവസ്ഥയാണെങ്കിൽ അത് ശരിയായ രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് അല്ലെന്ന് നമുക്കറിയാം. അതേസമയം നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പാകത്തിന് നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡിന്റെ ഒക്കെ ലക്ഷണം. അപ്പൊ ഒരു ശരിയായ രീതിയിലുള്ള സ്റ്റെബിലിറ്റി ഉണ്ടാവും നമ്മുടെ ജീവിതത്തില്. അപ്പോ ഒരാള് സൈലൻസ് പ്രാക്ടീസ് ഞാൻ ഇന്നത്തെ ദിവസം ഒന്നും സംസാരിക്കുന്നില്ല എന്നൊക്കെ തീരുമാനം എടുത്തിട്ട് ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ടി വിയിൽ എന്ത് നടക്കുന്നു, ന്യൂസ് എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്നിടത്ത് പോയിട്ട് ബഹളം വെച്ച് ആംഗ്യത്തിലൊക്കെ സംസാരിക്കുക എന്നത് ശരിക്കും ഒരു സൈലൻസ് പ്രാക്ടീസിന് യാതൊരു കാര്യമില്ല അവിടെ. അതേസമയം നമ്മളിപ്പോ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ദിവസത്തെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നാളെ അധികം സംസാരിക്കില്ല, അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പം എന്തെങ്കിലും അത്യാവശ്യം കോളുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഇനി അതുമല്ല, അത്യാവശ്യമായിട്ടൊരു കോള് വന്നെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. അതേസമയം അറ്റൻഡ് ചെയ്യാതെ അയ്യോ ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ലല്ലോ, അത് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് ഇരിക്കുന്നതിനെ കഴിഞ്ഞും കാര്യം അല്ലെങ്കിൽ പ്രാധാന്യം അത്യാവശ്യത്തിന് സംസാരിച്ച് ശാന്തതയോടെ പതുക്കെ സംസാരിച്ച് അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആ മനസ്സിന് ഒരു ശാന്തത നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 1 അവർ ചെയ്യാം. അതുപോലെ തന്നെ 1 മണിക്കൂറില് 1 മിനിറ്റ് നമുക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ള രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ മാസത്തില് ഒരു ദിവസം ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ആയുധമാണ് ഈ സൈലൻസ്. ശരിയായ രീതിയിലുള്ള സൈലൻസ് ബോധപൂർവം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിനായിട്ട് നമ്മള് ഒരു 1 അവർ ഒരു സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ 1 അവറിനെ നമുക്ക് 30 മിനിറ്റുകളാണല്ലോ. അപ്പൊ ആദ്യത്തെ 30 മിനിറ്റുകളിൽ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയോ, ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അത് നമുക്ക് നേടിയെടുക്കാൻ സ്ഥിരമായ പ്രാക്ടീസിലൂടെ പറ്റും. അപ്പോൾ ഒരു ബുക്കും കൂടെ നമുക്ക് ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക് കിട്ടുകയാണെങ്കിൽ അതും കൂടെ കയ്യിൽ കരുതുക. 1 മണിക്കൂർ നമ്മൾ നിശബ്ദമായി ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുക്ക് കയ്യിൽ കരുതുക. അതുപോലെ എഴുതാനുള്ള ഒരു ബുക്കും ഒരു പേനയും കൂടെ നമ്മൾ കയ്യിൽ കരുതുക. എന്നിട്ട് നമ്മളിപ്പോ എന്തൊരു കാര്യത്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണെങ്കിൽ ആ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞ രീതിയിലുള്ള നമ്മളുടെ ആ ഒരു എന്താ പറയാ ജീവിതം ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് മനസ്സിൽ നല്ലപോലെ ഒന്ന് വിഷ്വൽ ചെയ്യുക. ഒരു 10 മിനിറ്റ് ആ ഒരു രീതിയിൽ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്ത് അതിലുള്ള ആ ഒരു സന്തോഷം, അതിലുള്ള ആ ഒരു ഇമോഷൻ നമ്മളത് ഫീൽ ചെയ്യാം, നല്ല രീതിയിൽ ഫീൽ ചെയ്യാം. എന്നിട്ട് അടുത്ത ഒരു 10 മിനിറ്റ് നമ്മളത് ആദ്യത്തെ 10 മിനിറ്റ് ഭാവനയിൽ കണ്ടു, രണ്ടാമത്തെ 10 മിനിറ്റ് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എഴുതണം. എന്തൊക്കെ നടന്നു അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം, നമ്മൾ ആ മനസ്സിൽ കണ്ട കാര്യങ്ങൾ, വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ നല്ല രീതിയിൽ ആ നോട്ട്ബുക്കിലോട്ട് നമ്മൾ പകർത്തണം. അതിനുശേഷം മൂന്നാമത്തെ 10 മിനിറ്റിൽ നമ്മൾ അതൊന്ന് ഉറക്കെ വായിക്കണം. നമ്മൾ തന്നെത്താനെ ഒരു മുറിയിലിരുന്ന് ഇപ്പം രാവിലെയോ അല്ലെങ്കിൽ തനിച്ചിരിക്കുന്ന സമയത്തൊക്കെയാണ് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതൊന്ന് ഉറക്കെ വായിക്കുക. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിന് ഒക്കെ അത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു ശാന്തത, സ്വസ്ഥതയൊക്കെ നമുക്ക് ശരിക്കും ശരിയായ രീതിയിൽ അനുഭവിക്കാൻ സാധിക്കും. പിന്നെ അടുത്ത പകുതിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, ബുക്ക് ഒരു നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു കാര്യവുമായിട്ട് റിലേറ്റഡ് ആയ ഒരു ബുക്ക് എടുക്കുക. ആ ബുക്ക് നമ്മൾ പതുക്കെ മൈൻഡ്ഫുൾ ആയിട്ട് ശ്രദ്ധയോടെ, ഇപ്പൊ ഒരു പേജ് വായിച്ചിട്ടുള്ളൂ എങ്കിലും അത് നല്ല രീതിയിൽ ശ്രദ്ധയോടെ വായിക്കുക. എന്നിട്ട് അതിലെന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് അതിൽ നല്ല കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കുക. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കാര്യമായിരിക്കുമല്ലോ, അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ
നമ്മൾ ഇപ്പൊ എന്തായിരിക്കുന്നുവോ എന്നുള്ള ആ അവസ്ഥയിൽ നമ്മൾ ആയിരിക്കാം. ഇപ്പൊ നമ്മൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, അതിന്റെ ആ ടെൻഷൻസ് അല്ല, പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു നമ്മള് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഈ ഗ്രൗണ്ട് മെഡിറ്റേഷൻ അതൊക്കെ ചെയ്യുക. ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ മൈൻഡ്ഫുൾ ആക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കുന്നതായിട്ട് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ, നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ ഇരിക്കുന്ന ആ സ്ഥലത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് മൈൻഡ്ഫുൾ ആയിരിക്കുക. അല്ലാതെ നമ്മുടെ പഴയ കാലോ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തെ പറ്റി ഒന്നും ചിന്തിച്ച് നമ്മൾ ശരിക്കും അങ്ങനെ ബുദ്ധിമുട്ടില് അല്ലെങ്കിൽ വിഷമത്തില് അസ്വസ്ഥതയിലൊന്നും ആയിരിക്കാതെ നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ബാക്കി ഉള്ള ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായും ആ സൈലന്റ് ആയിരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിച്ച് നമ്മളുടെ അതെല്ലാം ഒന്ന് ഉള്ളിലേക്ക് എടുത്ത് നമുക്ക് നമ്മുടെ ശരിക്കും ആ ഒരു സമയത്ത് നമ്മൾ മൊത്തം കാം ഡൗൺ ആയിട്ടുണ്ടാവും. ശരിക്കും സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്. നമ്മുടെ ആ ബ്രെയിനൊക്കെ ഭയങ്കര ഒരു ശക്തി ആർജിച്ചിട്ടുണ്ടാവും. സ്ഥിരമായി നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം പവർ ഉണ്ടാവും. നമ്മുടെ തലച്ചോറിന് ഒരു ഉണർവുണ്ടാവും എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ സ്ഥിരമായി നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മളെ ശ്രദ്ധിക്കുന്നു, നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നു എന്നുള്ളതിന്റെ ആ ഒരു വലിയൊരു കാര്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതുപോലെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കും. അതുപോലെ നമുക്ക് കോൺസെൻട്രേഷൻ, നമുക്ക് എല്ലാവർക്കും ഉള്ള പരാതി എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമുക്ക് നല്ല രീതിയിൽ ഇടപെടാനായിട്ടൊക്കെ ഈ ഒരു കാര്യം സാധിക്കും എന്നുള്ളതാണ്. അപ്പം സൈലൻസിന് നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് കണ്ടെത്താം എന്നുള്ളത് മാത്രമല്ല, സൈലൻസ് ആണ് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ. നമുക്കറിയാം, നമ്മൾ വളരെ ദുഃഖിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം ഒന്ന് ചിന്തിക്കാതെ നമ്മുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ് അതിനെ ഒന്ന് ക്യൂർ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, അല്ലെ? ആ ഒരു മനസ്സ് സൈലന്റ് ആയിട്ടിരുന്നാൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സെൽഫ് അവയർനെസ് വർദ്ധിക്കും. സെൽഫ് അവയർനെസ് ആണ് ഏറ്റവും പ്രധാനം. നമ്മൾ ചുറ്റുപാടും ഒക്കെയുള്ള കാര്യങ്ങൾ അവെയർ ചെയ്താലും നമ്മളുടെ സെൽഫ് അവയർനെസ്സിലൂടെയാണ് ആ ഒരു സ്കില്ല് നമ്മൾ നേടിയെടുത്താൽ തന്നെ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും, ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളുടെ സൈലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു ബ്രേക്ക് ആണെന്ന് പറയാം, അല്ലെ? ഇപ്പൊ നമുക്കൊരു വണ്ടിയുണ്ട്, ആ വണ്ടി നമ്മൾ ഇങ്ങനെ എപ്പോഴും അത് ഓടിക്കാൻ നന്നായിട്ട് നമുക്ക് ഓടിക്കാം, എല്ലായിടത്തും പോകാനൊക്കെ ചെയ്യാം. പക്ഷെ അതിന് ബ്രേക്ക് ഇല്ല, അത് നിർത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് വലിയൊരു അപകടം പിടിച്ചൊരു വണ്ടിയായിരിക്കും, അല്ലെ? നമുക്ക് അതുകൊണ്ട് ഉപകാരത്തെ കഴിഞ്ഞും കൂടുതൽ ഉപദ്രവമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരവും അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് അതിനൊരു ബ്രേക്ക് അല്ലെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളിപ്പോ ഒരു പല്ലു ഡോക്ടറെ അടുത്ത് പോയിരുന്നാൽ നമ്മളവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം, നമ്മളവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കും. നമ്മളവിടെ ശാന്തതയോടെ വായൊക്കെ തുറന്നു ഇരുന്ന് കൊടുത്താൽ മാത്രമേ ഡോക്ടർക്ക് അത് ചെയ്യേണ്ട രീതിയിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ആവശ്യങ്ങളിലെ രോഗങ്ങൾ മാറ്റിത്തരാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒന്ന് ശാന്തതയോടെ സ്വസ്ഥതയോടെ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഈ സൈലൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സാധിക്കും. അതിരാവിലെ ഉണർന്ന ബഹളങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന് സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും നല്ല കാര്യം. നമ്മളിപ്പം മെഡിറ്റേഷൻ ഇപ്പൊ 21 ഡേയ്സ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട് സ്റ്റെഫി മാമിന്റെ. അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 21 ഡേയ്സ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ബ്രെയിൻ ഭയങ്കര റിഫ്രഷ് ആവുന്നുള്ളത്. അങ്ങനെ ചെയ്ത് സ്ഥിരമായി ചെയ്ത് അതുപോലെ നമ്മൾക്ക് പിന്നെ ഒരു ദിവസം ഒരു ഫുൾ ഡേ കൂടെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണെങ്കിൽ നമുക്ക് വളരെ ഭയങ്കര പവർ കിട്ടും. അല്ലെങ്കിൽ സ്ഥിരമായി മാസത്തിൽ ഒരു തവണ നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ ഒരു മണിക്കൂറിൽ 1 മിനിറ്റ് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക. നമ്മൾ എപ്പോഴും ഇങ്ങനെ കലവില സംസാരങ്ങള് മറ്റുള്ളവരെ പറയുന്നതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ കലവില സംസാരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ അതുവഴി വന്നു ചേരാം. അങ്ങനെ ആണ് സ്വാഭാവികമായിട്ട്. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വന്നു ചേരുന്നത് നമുക്കറിയാലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ
എപ്പോഴും ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നവരാകാതെ കുറച്ച് സമയമെങ്കിലും സൈലന്റ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു രീതി പിന്തുടർന്നാൽ നമ്മുടെ ബ്രെയിൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതുപോലെ 3 മാസത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ അങ്ങനെ പല രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സൈലൻസ് എന്ന് പറയുന്നത് നമുക്ക് നൈസർഗികമായി കിട്ടിയ ഒരു സിദ്ധിയാണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു പവറാണ്. നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല, വായടച്ചു വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഈ പറഞ്ഞ പോലെ ബ്രേക്കില്ലാത്ത വണ്ടി ഓടിക്കുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. അപ്പൊ നമ്മൾ ആ സൈലൻസ് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്താല് നമ്മളുടെ ആ മനസ്സിനും നമ്മുടെ നാവിനും ചിന്തിക്കാൻ മാത്രമല്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ മാത്രമല്ല, സംസാരിക്കാൻ മാത്രമല്ല, സംസാരിക്കാതിരിക്കാനും ചിന്തിക്കാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അതൊക്കെ നമ്മളുടെ ഒരു കഴിവാണ്. അപ്പൊ ആ കഴിവുകൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും വേണ്ട രീതിയിൽ ഉപയോഗിച്ച്, നമ്മളുടെ ചിന്തകളെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് നല്ലൊരു പവർ ഉള്ള അല്ലെങ്കിൽ നല്ലൊരു ഗ്രേഡ് കൂടിയ കോൺഫിഡൻസ് ഉള്ള, കോൺസെൻട്രേഷൻ ഉള്ള ജീവിതം നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാൻ പറ്റും. അപ്പം ഇന്നു മുതൽ നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും അതിലൂടെ തന്നെ നമ്മുടെ പ്രവൃത്തികളും അതിനനുസരിച്ച് വന്നോളും. ചിന്തകളും പിന്നെ വാക്കുകളൊക്കെ ശരിയായ തന്നെ പ്രവൃത്തികളും ഓട്ടോമാറ്റിക്കലി ശരിയാവും. അപ്പം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എനിക്ക് ഇന്ന് എടുക്കാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി നന്ദി. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. നമ്മുടെ ജീവിതം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ കഴിവുകൾ നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും നമുക്കും നന്മ വരുന്ന രീതിയിൽ, മറ്റുള്ളവരെ ഉയർത്തുന്ന രീതിയിൽ ഒരു തരത്തിലും നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ സംസാരം കൊണ്ടോ മറ്റുള്ളവരെ തളർത്താതെ എപ്പോഴും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നവരായി, ഉയർത്തുന്നവരായിട്ട് ജീവിക്കാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ നമുക്ക്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അതിന് പരിശ്രമിക്കാം. അറിഞ്ഞോ അറിയാതെ നമ്മൾ വന്നു പോയിട്ടുള്ളതൊക്കെ നമുക്ക് സോറി പറയാൻ പറ്റുന്നവരോട് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും അകൽച്ചകളൊക്കെ വരുന്നവരോട് നമ്മുടെ നാക്കുകൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ടൊക്കെ, പ്രവൃത്തി കൊണ്ടൊക്കെ വരുന്നവരോട് നമുക്ക് സോറി പറയാം. അതുപോലെ ഇന്ന് തൊട്ട് ശാന്തതയോടെ, സ്വസ്ഥതയോടെ അതിനായിട്ട് പരിശ്രമിക്കാം. അപ്പൊ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനി ഒരുപാട് കൂട്ടിച്ചേർക്കലുകളും ഒക്കെ ഉണ്ടാവും ഇതിനകത്ത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാവുന്നതാണ്. ഗുഡ് മോർണിംഗ് മാം. ആദ്യം ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഹലോ, എല്ലാരും ഇറങ്ങിപ്പോയോ? ജിഷ മാം, എനിവേ ഇറ്റ് വാസ് എ വെരി ഗുഡ് ക്ലാസ്. ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പിന്നെ പറയാം. എനിക്കൊരു ഡൗട്ട് മാം, നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോ ഇങ്ങനെ ഒരു ഫീലിംഗ് വരില്ലേ, അപ്പുറത്തുള്ള ആള് അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈലൻസിന്, നമ്മളുടെ ഒരു ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയാണ് എന്നുള്ള ഒരു പൊസിഷൻ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം മാം? അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നും എൻഗേജ്ഡ് ആവാതെ ഇരിക്കണം. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളുടെ ബ്രെയിനിന് ഭയങ്കര റീഫ്രഷ്മെന്റ് കിട്ടുന്നത്. അവര് ഇപ്പം മാം ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ സൈലന്റ് ആയിരിക്കുമ്പം അവരതില് മുന്നേറുന്നു, ജയിക്കുന്നു, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അല്ല, പല ഡിസ്കഷൻസിലും നമ്മളുടെ ആയിട്ട് ഒരു അഭിപ്രായം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തിനാണ് അതില് നമ്മുടെ അഭിപ്രായം പറയുന്നത്, ഒരു സിറ്റുവേഷൻ. പിന്നെ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആവോ, നമ്മൾ പറയണത് കൊണ്ട് അവിടുത്തെ ആ സിറ്റുവേഷൻസില് പ്രോബ്ലംസ് ക്രിയേറ്റ് ആവോ. പിന്നെ ഉള്ളത് നമ്മളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്ന, മീൻ നമ്മളെ ഡോമിനേറ്റ് ചെയ്തിട്ട് മിക്കവാറും ഫാമിലീസിലൊക്കെ നടക്കുന്നത്, പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫ് തമ്മില്, വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം. ഇത് നമ്മള് ചിലപ്പോ ദ അതർ പേഴ്സൺ റോങ് ആയിരിക്കാം, ഈ ലൗഡായിട്ട് സ്പീക്ക് ചെയ്യുന്ന ആള് ശരിക്കും റോങ് ആയിരിക്കാം. അപ്പൊ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോ നമ്മൾ സംസാരിച്ചു വെച്ചോളൂ മാം, അത് ഔട്ട് ഓഫ് കൺട്രോൾ പോകും ചിലപ്പോ. ബിക്കോസ് നമ്മളവിടെ സൈലന്റ് ആയിട്ടുണ്ടെങ്കിൽ സോൾവ് ആയിട്ടുണ്ടാവും. പക്ഷെ സ്പീക്ക് ഔട്ട് ചെയ്തപ്പോ എന്താ, ഈ അപ്പുറത്തുള്ള ആള് വോയിസ് റേസ് ചെയ്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ ആളുടെ മൈൻഡിൽ എന്തായിരുന്നു അത് നമ്മളുടെ മീതെ അടിച്ച് ഏൽപ്പിച്ച് നമ്മൾ, അപ്പൊ അവിടെ റോങ് അല്ലേ നടക്കുന്നത് മാം? നോ, നമ്മളോട് അങ്ങനെ വാഗ്വാദത്തിന് വരുന്നവരോട് നമ്മള് അതിനെതിരെ ഉച്ചത്തിൽ സംസാരിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ അവിടെ സൈലന്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശാന്തതയായിട്ട് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പിന്നീട് പറ്റുമോ, ആ സമയത്ത് നമുക്ക് ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് ഒരു പിന്നെ വലിയൊരു കാര്യം. നമ്മൾ പിന്നീട് അതിന് സാധിച്ചാൽ നമുക്കത് വലിയൊരു
അതായിരിക്കും പവർ. അല്ലെങ്കിൽ അങ്ങനെ സാധിക്കാത്ത മനുഷ്യരുടെ അടുത്ത് നമ്മളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അവരെ നമ്മൾ എത്ര കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും നടക്കില്ല എന്നുള്ള കാര്യമാണ്. ഇതിൽ ഞാൻ ഒരു പെട്ടെന്നൊരു കഥയും കൂടെ പറയാൻ സമയമുണ്ടെങ്കിൽ, അത് ശരിക്കും ഈ മാം പറഞ്ഞ കാര്യമായിട്ടാണ്. ഒരു കരടിയും ഒരു കഴുതയും കൂടെ ഒരു ദിവസം ഇങ്ങനെ വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. പച്ച പുല്ല് കണ്ടിട്ട് കഴുത പറഞ്ഞു അതിന് നീല കളറാണെന്ന് പറഞ്ഞു. കരടി പറഞ്ഞു അല്ല, പച്ച കളറാണ്. അപ്പൊ ഇവർ രണ്ടും കൂടെ ഭയങ്കര വാഗ്വാദമായി. അങ്ങനെ അവര് സിംഹരാജാവിന്റെ അടുത്തെത്തുകയാണ്. അപ്പം ചോദിച്ചു, കഴുത പറഞ്ഞു ഇതിന് പച്ചയാണല്ലോ അല്ല നീലയാണല്ലോ കളറ്. കരടി പറഞ്ഞു അല്ല രാജാവ്, ഇതിന് പച്ചയാണല്ലോ കളറ്. അതുകൊണ്ട് രാജാവ് ഞങ്ങൾക്കൊരു ഉത്തരം തരണം എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ കഴുത എങ്ങനെ പറഞ്ഞു, രാജാവ് ഇതിന് നീല കളറല്ലേ, ഇത് നോക്കുക, കരടി വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പം സിംഹം പറഞ്ഞു അതെ ഇതിന് നീല കളറാണ്, ശരിയാണ്, ഇതിന് ഈ പച്ച പുല്ലിന്റെ നീല കളറാണെന്ന് പറഞ്ഞു. അപ്പൊ കഴുതയ്ക്ക് ഭയങ്കര സന്തോഷമായി. കഴുത ഭയങ്കര സന്തോഷിച്ചു, ഉല്ലസിച്ചിരുന്നു. അതേസമയം ഈ സിംഹം കരടിയോട് പറഞ്ഞു, കരടിക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്തു, മിണ്ടാതെ കുറച്ചു ദിവസം ഇരിക്കണമെന്ന്. പക്ഷെ ഈ കരടിക്ക് ഭയങ്കര വിഷമായി. കാരണം കരടിക്കറിയാം ഇതിന് പച്ച കളർ ആണെന്ന് കരടിക്കറിയാം. അപ്പം ഭയങ്കര വിഷമമായി. എനിക്ക് തെറ്റ് പറ്റിപ്പോയോ എന്നുള്ള വിഷമത്തില് സിംഹത്തിനോട് ചോദിച്ചു, രാജാവേ ഇതിന് ശരിക്കും പച്ച കളറല്ലേ, പിന്നെ എന്തിനാ അതിന് നീല കളറാണെന്ന് അങ്ങ് സമ്മതിച്ചത് എന്ന് ചോദിച്ചു. അപ്പം സിംഹം പറഞ്ഞു, നീ ആ കരടിയോട് അല്ലെങ്കിൽ കഴുതയോട് പിന്നെ വാഗ്വാദത്തിൽ ഏർപ്പെട്ടതിനാണ് ഞാൻ നിനക്ക് ശിക്ഷ തന്നത്. നിനക്കറിയാം അതിന് പച്ച കളറാണെന്ന്, പക്ഷെ കഴുതയ്ക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവനെ അങ്ങനെ വെച്ചിരിക്കാം, അത് അവന് അത്രേ അറിയുള്ളൂ. പക്ഷെ നിനക്കറിയാം, ശരിക്കും അറിഞ്ഞിട്ട് നീ അതിനോട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിനക്ക് ശിക്ഷ തന്നത്. ഇപ്പൊ മാമിന് മനസ്സിലായോ? നമ്മള് ശരിക്കും പറഞ്ഞ അങ്ങനെ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ശാന്തരായി ഇരിക്കുക തന്നെ വേണം. ഇനി ഒരിക്കലും മനസ്സിലാകില്ല എന്ന് നമുക്ക് മനസ്സിലായവരുടെ അടുത്ത് നമ്മൾ ഒരിക്കലും കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ല. അവിടെ സൈലൻസും ശാന്തതയും കൊണ്ട് തന്നെ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. അത്രേ ഉള്ളൂ. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഒരിക്കലും നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. എവിടെ നമ്മൾ പറയണം, ആരോട് പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ള തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ മാമിന് അത് ക്ലിയർ ആയോ? യെസ് മാം. ബട്ട് എനിക്കൊരു ഫീലിംഗ് മീൻസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാ, ചില സമയത്ത് നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കും. അപ്പുറത്തുള്ള ആള് പറയണത് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിടും. പക്ഷെ അപ്പുറത്തുള്ള ആള് ആ ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോയ ശേഷം അത് എന്താ പ്രോബ്ലമില് ലാൻഡായി. അപ്പൊ നമ്മൾ പറയണത് കേൾക്കാൻ ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. പിന്നെ അപ്പൊ എന്തായിരിക്കും പറയണത്, നീ നേരത്തെ പറയേണ്ടതായിരുന്നില്ലേ, ആ രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ പറയണം കേട്ടോ. അങ്ങനെ സാഹചര്യങ്ങൾ നമ്മൾ പറയണതാ. അപ്പൊ ആ സൈലൻസ് നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്താൽ ഏതിലുള്ള സാഹചര്യങ്ങളാണോ നമ്മൾ പറയേണ്ടത്, ഏത് സാഹചര്യത്തിലാണോ പറയാതെ ഇരിക്കേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാ. അപ്പൊ ആ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യം പറയണം. അത് നമുക്ക് അതിൽ പറഞ്ഞല്ലോ, നമുക്ക് ഒരു മറ്റുള്ളവരെ നെഗോഷിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കാനുള്ള കഴിവ് നമ്മൾ സ്വയം സൈലൻസിലായിരിക്കുമ്പോൾ നേടിയെടുക്കാൻ പറ്റും. അതാ. യെസ് മാം. ഇത് ഒരു ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആണ്, വേർ ടു ബി സൈലന്റ് ആൻഡ് വേർ നോട്ട് ടു ബി സൈലന്റ് എന്നുള്ളത്. വി ഹാവ് ടു ലേൺ ചെയ്താലേ പറ്റുള്ളൂ ഇത്. എനിവേ മാം വെരി നൈസ് സെഷൻ. മാമിനെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇവിടെ. ഓരോ പ്രാവശ്യം ജിഷ മാമിനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഐ തിങ്ക് ഞാൻ 1 or 2 ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി വെൽ ഡ്രസ് ക്ലാസ് ആൻഡ് ലോട്ട് ഓഫ് സയന്റിഫിക്കലി ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. ആൻഡ് യു ആർ വെരി കമ്പോസ്ഡ് വൈൽ എക്സ്പ്ലെയിൻ. നമുക്ക് ഞങ്ങളെ പോലെ ഇനീഷ്യൽ സ്റ്റേജസോ ട്രെയിനിങ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ടെൻഷൻ ഒന്നും ഇല്ലാതെ വെരി വെൽ ഹാൻഡിൽ ചെയ്തു മാം ക്ലാസ്സിന്. താങ്ക് യു മാം. ഹലോ മാം, വെരി നൈസ് സെഷൻ. നമ്മൾ പറയാറുണ്ടല്ലോ സൈലൻസ് സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് പറയുന്നത്. അത് ഭയങ്കര, ഞാൻ വേറൊരു ക്ലാസ് ഇതിന് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അവര് പറയുന്നുണ്ട്, മീൻസ് മൗനം ഒരു സംരക്ഷണമാണ്, ആസ് വെൽ ആസ് മറ്റുള്ളവർക്ക് ഒരു മറുപടിയാണ്, അറ്റ് ദ സെയിം ടൈം ഒരു പ്രതിഷേധമാണ്, ആൻഡ് ആസ് വെൽ ആസ് അതൊരു അംഗീകാരമാണ്, നമ്മുടെ മനസ്സിനൊരു പീസാണ്.
അങ്ങനെ കുറേ അതെ കാര്യങ്ങള് അന്ന് അവിടുന്ന് നമ്മുടെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ടീച്ചേഴ്സിന് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആക്ച്വലി മാം പറഞ്ഞപ്പോ എനിക്ക് അത് എന്താ പറയാ, ആ സംഭവങ്ങളെല്ലാം പെട്ടെന്നൊന്ന് റിഫ്ലക്ട് ചെയ്ത് പോയി. നമ്മുടെ പെയിന്റെ ഇടയിൽ നമ്മുടെ രോഷം, അങ്ങനെ കുറേ സംഭവങ്ങൾക്ക് മൗനം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു എല്ലാത്തിനും വെപ്പണാണ് ഒരു അല്ലെ, അതെ, യെസ്. പിന്നെ മറ്റുള്ളവർ പരിഹാരം. സംസാരിക്കുമ്പോൾ നമ്മൾ മൗനമായിട്ട് ഇരിക്കുമ്പോൾ അവിടെ നമുക്കൊരു മെച്ചൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, മീൻസ് പക്വത കാണിക്കുന്നുണ്ട്. അതെ ആൻഡ് പറയേണ്ടതിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് അവിടെ ഒരു നമ്മുടെ എന്താ പറയാ ഇന്റലിജൻസ് ഓൾസോ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട്. ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ബിയോണ്ട് ദ വേർഡ്സ് ആണ്. നമ്മൾ എന്തായാലും പവർഫുൾ. താങ്ക് യു സോ മച്ച് മാം, വെരി നൈസ് സെഷൻ. താങ്ക് ആൻഡ് ആസ് വെൽ ആസ് യു. പലപ്പോഴും നമ്മൾ ഈ മൗനം മറ്റുള്ളവർക്ക് ഒരു മറുപടി കൂടിയാണല്ലോ അത്. അതെ അതുകൊണ്ട് ഓക്കെ മാം, താങ്ക് യു അതെ സോ അതെ മച്ച്. നമുക്കത് താങ്ക് യു. കൺവിൻസ് ചെയ്യാൻ പറ്റാത്തിടത്ത് അതൊരു അതെ അതെ മറുപടിയാണ്. ശരി, അതെ അതെ തീർച്ചയായും. ജിഷ ഒരു മാം, പവർഫുൾ ഉണ്ട് നമുക്ക്. ആ എവിടെയായിരുന്നു കുറച്ചുനാൾ എവിടെയായിരുന്നു? തപസ്സിലായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ മാമിന്റെ ഒക്കെ ഫീഡ്ബാക്ക് ഒക്കെ എപ്പോഴും കേൾക്കാറുണ്ട് കേട്ടോ. ശരിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ 200 ഇതില് അതെ മൗനം വിദ്വാനഭൂഷണം സജ്ന സഫ്ന നസീഫ് പറയുന്നു. ഞാനിത് പറയാൻ പോകും. അതെ. പക്ഷെ അതിമൗനം മൂഢന്റെ ലക്ഷണം എന്നും കൂടിയുണ്ട്. പക്ഷെ എവിടെയാണോ മൗനം പാലിക്കേണ്ടത്, എത്രമാത്രമാണ് പാലിക്കേണ്ടതെന്നൊക്കെ നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ സ്വയം അത് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ഒന്ന് പവർഫുൾ ആക്കുമ്പോഴാണ് എന്നുള്ളതാണ് പ്രധാനം. അപ്പം ബോബി മാമിന്റെ സൗണ്ട് കേൾക്കുന്നതിന് ഭയങ്കര ഒരു എനർജി ആണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സത്യം. ഞാനത് എപ്പോഴും ഓർക്കൂട്ടോ. ജിഷ മാം, ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാവോ? ഞാൻ കുറെ നാൾ ഇങ്ങനെ നമ്മുടെ സ്കൂളില് ബോർഡിൽ ഇങ്ങനെ ഒരു തോട്ട് എഴുതിയിടും കേട്ടോ. അപ്പൊ ഞാൻ എഴുതാറ് തോട്ടുണ്ട്, സൈലൻസ് ഈസ് അൺനാച്ചുറൽ ടു മാൻ എന്ന്. സൈലൻസ് ഈസ് അൺനാച്ചുറൽ ടു മാൻ. അൺനാച്ചുറൽ കിട്ടിയോ? കേട്ടു, പറഞ്ഞോ മാം. സൈലൻസ് ഈസ് അൺനാച്ചുറൽ ടു മാൻ. ഓക്കെ. അപ്പം നമുക്ക് അതായത് നിശബ്ദത എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് എല്ലാവർക്കും സാധിക്കുന്നതല്ല. നമ്മൾ വിചാരിച്ച് നമ്മൾ ആ ലെവലിലേക്ക് എത്തണം. അപ്പൊ അത് വളരെ നന്നായിട്ട് ജിഷ മാം പറഞ്ഞല്ലേ. അതായത് 1 മണിക്കൂറിൽ 1 സെക്കൻഡ് അല്ലെ 1 മിനിറ്റ് നമുക്ക് ഈ നിശബ്ദത പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയും. ഞാനാണെങ്കിൽ ഭയങ്കര ഒരു വളരെ ഇങ്ങനെ ടോക്കറ്റീവായ പേഴ്സൺ ആയിരുന്നു കേട്ടോ. അതായത് ഞാനിങ്ങനെ പുറത്തുള്ള കാര്യങ്ങള് ഇപ്പൊ ഞാൻ ജിഷ മാമിനെ കാണുക, ജിഷ മാമിന്റെ ഡ്രസ്സോ അല്ലെങ്കിൽ എന്താണ് ഇട്ടിരിക്കുന്നത് അതൊന്നും ഞാൻ കാണൂല കേട്ടോ. ഈ പറയുന്ന കാര്യം, അവരുടെ ആ സന്തോഷമുള്ള ഫേസ്, അതൊക്കെ മാത്രം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് നടന്ന് സ്കൂൾ വരെ പോവുകയാണെന്ന് വെച്ചോ. അപ്പൊ ഈ പോകുന്ന വഴിക്കുള്ള എല്ലാ മനുഷ്യരോടും ഇങ്ങനെ വർത്താനം പറയട്ടോ, ചിരിച്ച് അവര്. അപ്പൊ ഇങ്ങനെ ഞാൻ വേറൊന്നും ചിന്തിക്കൂല, എന്നെ കുറിച്ച് ഞാൻ ഒന്നും ചിന്തിക്കൂല. അവിടം വരെ ഇങ്ങനെ വർത്താനം പറഞ്ഞു ചിരിച്ചായിരിക്കും പോകുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ചിലപ്പോ ഉള്ള ഒരു ടെൻഷനൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞിരിക്കും കേട്ടോ. അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ പിന്നെ എനിക്കൊരു ഇത് കിട്ടിയേ. അതായത് അത് ഞാൻ സോഴ്സ് പറയുന്നില്ല, പക്ഷെ ഞാൻ ഒരു 2 or 3 വേർഡ്സ് ആണ് കേട്ടോ. അത് നമ്മള് ഒരു മന്ത്രം പോലെ എനിക്ക് കിട്ടിയതാണ് ഒരു സ്ഥലത്ത്. ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മളിപ്പം ഒരു പ്രവൃത്തി ചെയ്യുക. അപ്പൊ നമ്മള് ഒരു തീരുമാനം ആദ്യം എടുക്കുകയാണ്. ഞാൻ എല്ലാ സമയത്തും എനിക്ക് എപ്പോഴൊക്കെയാണോ ഇത് ചാൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. വേറെ ഒരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കൂല. മാക്സിമം ഈ വേർഡ്സ് ഇങ്ങനെ പറയാൻ ശ്രമിക്കും എന്ന് തീരുമാനം. അപ്പൊ ആദ്യമൊന്നും എനിക്ക് പറ്റത്തതേ ഇല്ല കേട്ടോ. ആദ്യം ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. അപ്പൊ ഞാൻ ചിലപ്പോ ഈ നടന്നു പോകുന്ന ഈ എല്ലാരോടും വർത്താനം പറയാൻ ശ്രമിക്കുന്നതിന്റെ അടുത്ത് ഒരു പ്രാവശ്യം പോലും എനിക്ക് പറയാൻ പറ്റൂല. പതുക്കെ ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ ഇളയാളുടെ കൂടെ നടന്നു പോകുമ്പോഴാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്, പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ നമുക്കറിയാം ഇഷ്ടമല്ല, ഞാൻ ആരെ കണ്ടാലും വർത്താനം പറയും, അവിടെ നിൽക്കും. അപ്പൊ 4 മണിക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ വീട്ടിലെത്തുമ്പോ മിക്കവാറും 5 മണിയാവും ഈ കഥ പറഞ്ഞിങ്ങനെ. അപ്പൊ മോള് പറയട്ടാ, ബാഗും ഒക്കെ തൂക്കി എനിക്ക് ഭയങ്കര പാടാ, എനിക്ക് ഇന്ന് വരുന്നതൊക്കെ. പിന്നെ ആള് ഇതിനോടങ്ങ് അഡ്ജസ്റ്റബിൾ ആയി. അങ്ങനെയാണ് കുഞ്ഞിലെയൊക്കെ കേട്ടോ. അപ്പൊ പക്ഷെ ഞാൻ ഈ ചാൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്റെ ടോക്കിങ് പതുക്കെ തീർന്നു.
എന്ന് വെച്ചാൽ ഞാൻ സന്തോഷം അല്ലെന്നല്ല, പക്ഷെ ഇങ്ങനെ വർത്താനം പറയുന്നത് പതുക്കെ പതുക്കെ സ്റ്റോപ്പായി. അപ്പൊ ഞാൻ പതുക്കെ ഇതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പതുക്കെ ഞാൻ ചേഞ്ച് ചെയ്തത് കേട്ടോ. അങ്ങനെ അപ്പൊ എനിക്ക് കുറെ എന്നെ തന്നെ അറിയാൻ, അതായത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ എനിക്ക് പറഞ്ഞു തന്ന ആ ഒരു വ്യക്തി എന്റെ ഒരു ഗുരുവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നത്, നടന്നു പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പം നമ്മൾ ഈ ചാൻഡ് ചെയ്യുന്നത് നിർത്തിയാൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ചാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മാമിന് മനസ്സിലായോ? അയ്യോ സോറി പറഞ്ഞു, അയ്യോ ഞാൻ വിട്ടുപോയി കേട്ടോ ചാൻഡ് ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണേ, നീ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പതുക്കെ പതുക്കെ. പക്ഷെ എന്നാലും ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടില്ല. എന്നാൽ ഒത്തിരി മാറി കേട്ടോ. അതിന്റെ വ്യത്യാസം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മള് അതുപോലെ എനിക്കൊരു 8 or 9 months ഞാൻ കംപ്ലീറ്റ്ലി സൈലന്റ് ആയിരുന്നു. ഈവൻ ഐ കാൻ ടേക്ക് ഫോൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സൺ, ഈവൻ മൈ മദർ. എനിക്ക് അമ്മയുടെ ഫോൺ പോലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതായത് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ടോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്കും സ്ട്രഗിളിലായിരുന്നു ഞാൻ. പക്ഷെ സ്കൂളിൽ പോവില്ലായിരുന്നോ? സ്കൂളിൽ പഠിപ്പിക്കുന്നത് കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി ഞാൻ ലീവ് എടുത്തു. കഴിഞ്ഞ നവംബർ തൊട്ട് ഈ ജൂൺ വരെ, അതായത് മെയ് ലാസ്റ്റ് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു സ്കൂൾ, അതുവരെ ഞാൻ കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുത്തു. റെസ്റ്റ് മീൻസ് ബോഡി ആയാലും മൈൻഡ് ആയാലും പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഈവൻ ഞാൻ ഇങ്ങനെ എല്ലാത്തിനും സഡൻ ഈവൻ മൈ ഹസ്ബൻഡ്, ചിൽഡ്രൻ എല്ലാം കേട്ടോ, അത്രയ്ക്കും പൂർണ്ണമായിട്ടും വേണേ തപസ്സെന്ന് പറയാമോന്ന് എനിക്കറിയില്ല, അറിയാതെ ഒരു സിറ്റുവേഷനിലൊക്കെ പോവായിരുന്നു ഞാൻ പോലും അറിയാതെ. ഞാൻ അപ്പോഴും ചാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയോ നമ്മൾ ആ ലെവലിലേക്ക് പോവായിരുന്നു. ഇപ്പൊ ഇത് ഞാൻ ആ ഒരു സമയത്ത് അവരൊക്കെ എങ്ങനെ പ്രതികരിച്ചു? എല്ലാവരും എന്നോട് ചോദിച്ചേട്ടോ, ഇത് എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഈ ഫോൺ എടുക്കാത്തത്? എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിയോട് വിളിയാണ്, മെസ്സേജസ് ഒക്കെ ഇങ്ങനെ കിടക്കുക, എന്താണ് പറ്റിയത്, എന്താ പ്രതികരിക്കാത്തത്? അപ്പൊ സ്കൂളിലാണെങ്കിൽ ഇത് എന്തുകൊണ്ടാ ലീവ് എടുക്കുന്നത്? എല്ലാരും ചോദിച്ചു എന്ത് പറ്റി, എന്താ ലീവ് എടുക്കുന്നത്? എനിക്കറിയില്ല, റീസൺ അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും മനസ്സിലായി ഞാൻ എന്തോ ഒരു സ്ട്രഗിൾസിലായിരുന്നു. എനിക്കറിയില്ല അത് എന്താ സ്ട്രഗിൾസ്, ടെൻഷൻ എന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നു. പെട്ടെന്നായിരുന്നു എല്ലാ ചേഞ്ചസും. പക്ഷെ ഇപ്പൊ കുറച്ചു നാളായിട്ട്, അതായത് ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്ക്, ജൂൺ സ്കൂളിലൊക്കെ പോയി കുറെ ആയപ്പോഴത്തേക്ക് ഓക്കെ ആയി. ഇപ്പൊ നല്ല ചേഞ്ച് ആയി ഞാൻ. അതായത് പക്ഷെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ തന്നെയാണെങ്കിലും ഞാനിപ്പോ പ്രതീക്ഷിച്ചതല്ല കേട്ടോ ഇത്രയും ഇങ്ങനെ പറയണെന്ന്. അതായത് പക്ഷെ പറഞ്ഞതാണേ. അപ്പൊ അതായത് ഒരു 2 or 3 വേഴ്സേ ഉള്ളൂ അത്. പക്ഷെ ആ വേഴ്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പം നമ്മൾ അറിയാതെ നമ്മുടെ യൂണിവേഴ്സ് ആണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ, അതായത് ഞാൻ ശരിക്കും ഒരു മരിച്ചു പോയ ഒരവസ്ഥ പോലെയായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അത് ഞാനേ അല്ലായിരുന്ന കുറച്ച് മന്ത്സ് ആയിരുന്നു, നവംബർ തൊട്ട് മെയ് വരെ. അതായത് മനസ്സിലാവുമായിരിക്കും, ഈവൻ മൈ മദർ, എന്റെ അമ്മ പോലും വിളിച്ചിട്ട് ഞാൻ അത്രയ്ക്ക് ഞാൻ അമ്മച്ചിയെ വിളിക്കാത്ത ദിവസങ്ങളില്ല. എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ഈ ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ പോലും ഞാൻ വിളിക്കും. എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്ന കാര്യം. ഞാനാണ് ഹസ്ബൻഡ് ഒക്കെ പറയായിരുന്നേ, അതായത് ആരെങ്കിലും ഒരു മെസ്സേജ് വരണ്ട അതിനു മുമ്പേ ഞാൻ റിപ്ലൈ കൊടുക്കുമായിരുന്നു. അങ്ങനത്തെ ഞാൻ ഇതെന്താ സംഭവിച്ചത്, എന്താണ് ഇവിടെ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, റീസൺ അറിയില്ല കറക്റ്റ്. ആ ഒരു അവസ്ഥയായിരുന്നു. ചാൻഡിങ്ങിന് ഭയങ്കര പവർ ഉണ്ടെന്നാ പറയുന്നത്. നമ്മള് റിലീജിയസ് ആണെങ്കിലും ഓരോരുത്തരുടെ ബിലീഫ് അനുസരിച്ചുള്ള ചാൻഡിങ്ങിന് ഇപ്പൊ നമ്മൾ ആവർത്തിച്ചുള്ള പ്രാർത്ഥനകൾ മിക്ക ഇതിലും ഉണ്ടല്ലോ, എല്ലാ റിലീജിയനിലും ഉണ്ടല്ലോ. അതിന് പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസത്തോടെ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് തന്നെ വലിയ പവർ ഉണ്ടെന്നാണ് പറയുന്നത്, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബ്രെയിനിനെയൊക്കെ സ്വാധീനിക്കാനായിട്ട്. അപ്പൊ ആ ഒരു കാര്യമായിരിക്കും മാമിന് സംഭവിച്ചത്. അതെ, അത് അങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അതായത് അത് നമ്മൾ സജിനാമം കഴിഞ്ഞ ദിവസം വാഗൽടോണിനെ പറ്റി ക്ലാസ് എടുത്തില്ലേ? അതിനകത്ത് പറയുന്നുണ്ട്, ഇപ്പൊ മാം മെസ്സേജ് ചെയ്തു, വാഗൽടോണിനെ നമ്മളെ ഇംപ്രൂവ് ചെയ്യും എന്നുള്ളത്. മാമിന്റെ ക്ലാസ് നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നില്ലേ? അപ്പൊ അതിനകത്ത് ഈ ചാൻഡിങ്ങിന്റെ ആ ഒരു കാര്യം
എന്ന് പറഞ്ഞ പക്ഷെ പോലെ. ഞാൻ പോലും അറിയാതെ എന്നിൽ നടന്ന മാറ്റാണ് കേട്ടോ. അതൊരു യൂണിവേഴ്സിന്റെ പവർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അപ്പൊ ഇത് മനസ്സിലാവുന്നില്ലായിരുന്നു, ഇത് എന്താണ്, എനിക്ക് എന്താ സംഭവിക്കുന്നത്. പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു മനസ്സിൽ. ഉള്ളിൽ എനിക്കറിയാം എന്തോ ഒരു വലിയ ചേഞ്ച് നടക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് എങ്ങനെ എന്താണെന്ന് ആരോടും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിപ്പോ അതിന്റെ ഒരു പോസിറ്റീവ്. പ്രവർത്തിച്ചത് കൊണ്ട് മാമിന് ഒരു കൂടുതൽ ഒരു പവർ കിട്ടി അല്ലേ, ശരിക്കും പറഞ്ഞാൽ? ഉറപ്പായിട്ടും. അതായത് നമ്മളിങ്ങനെ ഞാനൊരു നമ്മുടെ സ്കൂളിലെ തന്നെ ഒരു മാനേജർ, ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, നമ്മൾ എന്ത് ചെന്ന് ചോദിച്ചാലും ഇങ്ങനെ മിണ്ടാതിരിക്കും ഒരു 2 മിനിറ്റ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മളോട് റിപ്ലൈ തരുന്നത്. അപ്പൊ അന്നൊന്നും നമുക്ക് അതിന്റെ ആ ഒരു മൗനത്തിന്റെ അല്ല ഒരു സെക്കൻഡ് സൈലൻസിന്റെ പ്രാധാന്യം നമ്മൾ അന്ന് മനസ്സിലാക്കില്ല. പക്ഷെ എല്ലാവർക്കും ആ അച്ഛനെ വളരെ ഇഷ്ടമായിരുന്നു. എന്ത് ഇതുണ്ടെങ്കിലും നമ്മൾ പോയി ചോദിക്കാം, നല്ല ഫ്രീ ആയിട്ട് ഇടപെടാം. നല്ല അച്ഛനായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ അപ്പൊ നമുക്കപ്പോ എനിക്ക് സെൽഫ് അവയർനെസ് കഴിഞ്ഞവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റൂന്ന് പറഞ്ഞല്ലോ, അതാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ എനിക്ക് എല്ലാരോടും പറയാനുള്ളത് ഒരു കാര്യമുള്ളൂ. അതായത് നമുക്ക് എന്ത് സ്ട്രഗിൾസും അല്ലെങ്കിൽ എന്ത് ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിന് യൂണിവേഴ്സിന് ഒരു എയിം ഉണ്ടായിരിക്കും. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല. നമ്മള് നല്ല പോസിറ്റീവായിട്ട് എന്തും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. അത് നമുക്ക് നല്ലതേ വരൂ. നമ്മൾ നല്ലത് ചെയ്യുക നമ്മുടെ മനസ്സിൽ. അതെ, മാമിന്റെ ക്ലാസ് പോലെ എല്ലാത്തിലും ഒരു പോസിറ്റീവ് അല്ലെ, അതെ, അതെ, ഏത് കാര്യത്തിലും ഉണ്ടാവും. നമ്മളെ ഒന്ന് നല്ല രീതിയിൽ രൂപപ്പെടുത്തി നമ്മൾ എന്തായിരിക്കണമോ അതാക്കാനായിട്ട് നമ്മളെ അങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതാണത്. അപ്പൊ ഓക്കെ മാം, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം? സജന മാം, അതിന്റെ ഇപ്പൊ സമയമായോ? ആയല്ലോ അല്ലേ? അതിന്റെ പേരായി അതെ അതെ. പറയാനില്ലെങ്കിൽ അതിന്റെ പേരാലേ. ആ പറഞ്ഞു. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.